അവസാനം അതാ മുട്ടയും കൂടെ പൊരിച്ചു. നല്ല മോരൊഴിച്ച അവിയൽ, വള്ളിപ്പയറിന്റെ ഉപ്പേരി, കുറുകിയ മോരുകറി, കാന്താരിമുളകും ചുവന്നുള്ളി ഇട്ട മുട്ടവർ, കൂടെ നത്തോലി ഫ്രൈ, തേങ്ങ ചുട്ടരച്ച ചമ്മന്തി, നല്ല കുത്തരി ചോറും വിറകടുപ്പിൽ വെച്ചത്. അവസാനമായിട്ടിതാ ഇലയും വെട്ടി, ഇലയും വാട്ടി. ഇതിൽ കൂടുതൽ എന്താ വേണ്ട ഒരു പൊതിച്ചോറിന്? അപ്പോൾ അത് അമ്മ തോശനിലേക്ക് വിരിച്ച് തുമ്പപ്പൂ ചോറും വിളമ്പി. തെറിച്ചോറാണ് കേട്ടോ. അതിലേക്ക് കുമ്പളങ്ങ മോരൊഴിച്ച് കൂട്ടാനും പിന്നെ പയറുപ്പേരി കുറച്ച് അധികം വെച്ചിട്ടുണ്ടേ, എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ മോരൊഴിച്ച അവിയലും മുരിങ്ങക്കോലൊക്കെ ഉണ്ടേ. പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട നത്തോലി ഫ്രൈയും. ചെറിയ നത്തോലി കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഇടത്തരം നത്തോലിയാണേ. അവസാനം അതാ നാളികേരം ചുട്ടരച്ച ചമ്മന്തിയും കൂടെ വെച്ചിട്ടുണ്ടേ. സോറി, അവസാനമല്ല കേട്ടോ, ഇനി 2 ഐറ്റം കൂടെ വെക്കാനുണ്ട്. കോഴിമുട്ട പൊരിച്ചതും അതുപോലെ തന്നെ നല്ല മാങ്ങാച്ചാറും. ഇനിയാണ് പൊതിയാൻ പോണത് കേട്ടോ. പൊതിയുന്നത് അമ്മയാണേ. ഭംഗിയായിട്ട് പൊതിഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചു കേട്ടോ പൊതി. അപ്പോൾ അമ്മ ഹാൻഡ് ഓവർ ചെയ്ത ഈ പൊതിയൊന്ന് നമുക്ക് തുറന്നു നോക്കിയാലോ. 10 മിനിറ്റ് അതുപോലെ തന്നെ വെച്ചു കേട്ടോ, ഇലയുടെ ഫ്ലേവറൊക്കെ എന്നാൽ ചോറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഫൈനലി ഞാൻ പൊതി തുറന്നു. മുകളിലിരിക്കുന്ന മുട്ടേനെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ മുട്ടേന്നും ചമ്മന്തിന്നും മീനിന്നും എല്ലാം ഓരോ പീസ് എടുത്തു കേട്ടോ. കൂടെ പയറ് തോരനും ഓൾറെഡി മോരുകറി ഒഴിച്ചിട്ടുമുണ്ട്. എല്ലാം കൂടെ കൂട്ടിയൊരു പിടി. ബാക്കി ഞാൻ പറയണ്ടല്ലോ. വല്ലപ്പോഴും ഒക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പൊതിച്ചോറ് ഉണ്ടാക്കാറ്. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു 1.5 പൊതിച്ചോറ് തന്നെയായിരിക്കുമേ. അപ്പം ഞാൻ ഇല കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ.